let us continue the subject. The subject നമ്മളിപ്പോൾ പഠിക്കുവാൻ പോകുന്നത് അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ് ആൻഡ് പ്രോസ്പെരിറ്റി. അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും അതെന്താണ്? വാട്ട് ഈസ് ഇറ്റ്? ദൈവവചനത്തിൽ കൂടെ അത് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നു. വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ഈസ് ബ്ലെസ്സിങ്, വാട്ട് ഈസ് പ്രോസ്പെരിറ്റി. When we know that, then only we'll be able to walk according to the plan of God. അത് യഥാർത്ഥമായി വചനത്തിൻ്റെ ആഴത്തിൽ കൂടെ മനസ്സിലായെങ്കിൽ മാത്രമേ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് 3 യോഹന്നാൻ 2-3 വാക്യങ്ങൾ. 3 John, the epistle of 3 John, verse 2 and 3. 3 യോഹന്നാൻ ഇന്ന് രാവിലെ വായിച്ചതാണ് എങ്കിലും though we read it in the morning, now let us take it step by step. ഞാൻ വായിച്ചാട്ടെ. 3 യോഹന്നാൻ 2-3. 3 John, verse 2 and 3. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്നു മതി. Verse Beloved, I wish above all things that thou mayest prosper and be in health, even as thy soul prospereth. മലയാളത്തിൽ നിന്ന് വായിച്ചിട്ട് വേഴ്സ് 2 ഓൺലി. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നിനും കുറവില്ലാത്തവനായി സന്തോഷത്തോടെ ഇരിക്കണം. That means here it says that thou mayest prosper and be in health even as thy soul prospereth. I wish above all things. അപ്പോൾ ഇത് വായിക്കുന്ന ഉടനെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്ത, ഭൗതികമായും നാം സുഖമായും ഇരിക്കണം എന്നുള്ളൊരു ചിന്ത. When you read this scripture, all of a sudden you'll get a thought that you should be physically and materially well off. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ്റെ മനസ്സിൽ ആ കാര്യം അല്പം പോലും ഇല്ലായിരുന്നു, ഭൗതികമായ കാര്യങ്ങൾ. അതിനെക്കുറിച്ച് 1 യോഹന്നാൻ 2:15-16 വായിക്കുമ്പോൾ അത് നല്ലവണ്ണം മനസ്സിലാവും. 1 John chapter 2 verse 15-16, when you read that, you will know John did not mean any material or physical things in that scripture. 1 John chapter 2 verse 15 and 16. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. He says very clearly, love not the world, neither the things that are in the world. If any man love the world, the love of Father is not in him. For all that is in the world, the lust of the flesh and the lust of the eyes and the pride of life is not of the Father, but is of the world. മലയാളത്തിൽ നിന്ന് വായിച്ചാട്ടെ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ എന്തില്ല? പിതാവിന്റെ സ്നേഹം അവനിൽ ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ജഡമോഹം, കൺമോഹം. അപ്പോൾ നമ്മുടെ ജഡത്തിൽ കൂടെ വരുന്ന ആഗ്രഹങ്ങൾ, കാണുന്നത് ഒരു കാര്യം കണ്ടാൽ അതിൽ കൂടെ വരുന്ന ആഗ്രഹങ്ങൾ ഇവിടെ നല്ലവണ്ണം പറയുന്നു അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ. ഇപ്പോൾ ഒരു നല്ല വീട് കണ്ടു, കർത്താവേ എനിക്ക് നല്ല വീട് വേണമേ, ഇത് നിൻ്റെ വേലയ്ക്ക് വേണ്ടി വളരെ പ്രയോജനമാണല്ലോ എന്നുള്ള ആഗ്രഹം വരുന്നത് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളത് അല്ല.
See, here he says, love not the world, neither things that are in the world. If any man love the world, the love of the Father is not in him. For all that is in the world, the lust of the flesh and the lust of the eyes. That means what all the desire that comes through our eyes. It is not only sexual desires. Desire means desire to get a good building, desire to get a good car, desire to get a good watch. All these things are not from the Father. That is from the world. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരുന്നത് പിതാവിൽ നിന്നല്ല, പിന്നെ ലോകത്തിൽ നിന്നാവുന്നു. ഇതിൽ നിന്ന് നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ ശാരീരികമായ അനുഗ്രഹങ്ങളെ, ഫിസിക്കൽ അനുഗ്രഹങ്ങളെ അല്പം പോലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, 1 യോഹന്നാനും 2 യോഹന്നാനും 3 യോഹന്നാനും നല്ലവണ്ണം നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ എങ്ങും ഭൗതികമായ അനുഗ്രഹങ്ങളെ അദ്ദേഹം അല്പം പോലും ചിന്തയിൽ പോലും കൊണ്ടുവന്നിട്ടില്ല. If you read 1 John, 2 John and 3 John, you will easily understand that the apostle never thought of any material things. Any material things. So in that way we should understand. ആ വഴിയിൽ കൂടെ വേണം അതിനെ മനസ്സിലാക്കുവാൻ. So why? Galatians 5:17. ഗലാത്യ ലേഖനം 5:17 വായിച്ചാൽ. ഗലാത്യ ലേഖനം 5:17. Galatians 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. 5:17. For the flesh lusteth against the spirit, and the spirit against the flesh, and these are contrary to one to the other, so that you cannot do the things that you would. So നാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാതിരിക്കത്തക്കവണ്ണം ജഡാഭിലാഷം നമ്മിൽ വസിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മിലെല്ലാവരിലും, എന്നിലും നിങ്ങളിലെല്ലാം ഫ്ലഷ് അല്ലെങ്കിൽ ജഡം ഉണ്ട്. അതൊരിക്കലും മരിക്കത്തില്ല. നാം ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയുന്നത് വരെ ഈ ജഡം നമ്മിൽ ഉണ്ടായിരിക്കും. അതിനെ ക്രൂശിച്ച് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാമെന്നല്ലാതെ അതിന് ഒരു കാലത്തും മാനസാന്തരപ്പെടുത്താൻ കഴിയില്ല. ജഡം ഒരിക്കലും മാനസാന്തരപ്പെടുകയില്ല. ജഡം ഒരിക്കലും അവനുള്ളത് ആഗ്രഹങ്ങൾക്ക് രൂപാന്തരം വരില്ല. കാരണം ഹീ ബിലോങ്സ് ടു സൈറ്റൻ. അവൻ സാത്താനിൽ നിന്നുള്ളവനാകയാൽ അവനിൽ ഒരു രൂപാന്തരവും ഒരിക്കലും ഉണ്ടാകില്ല. See, the flesh in us will never repent. He will never improve. He will never change his nature because he belongs to Satan. Only thing that you can do is you can restrict him. You can control him. You can put him in a cage. That's all you can do. അഥവാ അതിനാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഷ, അവനെ ക്രൂശിക്കാം. ക്രിസ്തുയേശുവിലുള്ളവർ എന്ത് ചെയ്യുന്നു? ജഡത്തെ രാഗമോ. ഗലേഷ്യൻസ് 5:24 we read. ഗലേഷ്യൻസ് 5:24 വായിച്ചാൽ. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. And they that are in Christ have crucified the flesh with the affection and lust. That are Christ, crucified Christ with affection and lust. They are in Christ. മലയാളത്തിൽ വായിച്ചാട്ടെ. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി എന്ത് ചെയ്യുന്നു? ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ഭൗതികമായി, ഫിസിക്കലായി ജഡത്തിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും നാം
പ്രാർത്ഥിച്ച് വാങ്ങിച്ചാൽ നമ്മിലുള്ളതായ ആത്മീയ യുദ്ധത്തിന് പ്രയാസം കൂടുകയേ ഉള്ളൂ. അപ്പോൾ സകലത്തിലും ശുഭമായിരിക്കണമെന്ന് പറഞ്ഞാൽ ആത്മാവ് പ്രാണനെയും വാഴുക, ശാന്തമായ അന്തരീക്ഷം, അതാണ് അവിടെ പറയുന്നത്. ആ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ആഴമായി ഈ ദിവസങ്ങളിൽ ചിന്തിക്കാം. be prosper. The meaning of prosper means as your soul prospers, perfect satisfaction, perfect peace in you. If you try to get material thing, that material things definitely increase the fight of the flesh. It will strengthen the desire of the flesh. So what is real prosperity is your spirit rules your soul and body. That is real prosperity. ഇനിയും നമ്മൾക്ക് ഈ ഭൗതിക അനുഗ്രഹങ്ങളുടെ ആരംഭത്തിലേക്ക് നമുക്കൊന്ന് പോകാം. Let us go into the material blessing from the beginning. Let us start from Adam. ആദാമിൽ നിന്ന് ആരംഭിക്കാം. Genesis chapter 1 verse 27-28. Genesis chapter 1 verse 27 and 28. ഉൽപ്പത്തി പുസ്തകം 1:27-28. Genesis 1:27 and 28. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. So God created man in his own image. In the image of God created he him. Male and female created he them. And God blessed them. And God said unto them, be fruitful and multiply and replenish the earth and subdue it and have dominion of the fish of the sea and of the fowl of the air and of every living thing that moveth upon the earth. ഇവിടെ നാം വായിക്കുമ്പോൾ യഹോവയായ ദൈവം ആദാമിന് കൊടുത്തത് അതിനെ അടക്കി വാഴുക, മത്സ്യത്തിന്മേലും സമുദ്രത്തിലുള്ളതിന്മേലും ഭൂമിയിലുള്ളതിന്മേലും അടക്കി വാഴുക. അത് നാം ചിന്തിച്ച് നോക്കിയാൽ വാസ്തവമായ ആത്മീക അനുഗ്രഹമല്ലായിരുന്നു, ശാരീരിക അനുഗ്രഹം, ഭൗതിക അനുഗ്രഹം. When we read that God gave him the blessing, it is not spiritual blessing but physical blessing, material blessing. ഇനിയും നോഹയുടെ അനുഗ്രഹം, ഉൽപ്പത്തി പുസ്തകം 9:1 and Genesis chapter 9 verse 1. Genesis chapter 9 verse 1. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്തെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ. God blessed Noah and his sons and said unto them, be fruitful and multiply and replenish the earth. ഇവിടെയും നാം വായിക്കുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളാണ് ദൈവം അവർക്ക് കൊടുത്തത്. ഫിസിക്കൽ ബ്ലെസ്സിങ്, മെറ്റീരിയൽ ബ്ലെസ്സിങ്, ഭൗതികമായ ശാരീരികമായ അനുഗ്രഹങ്ങൾ. Here also we find God gave Noah physical blessings, material blessings. Now go to Abraham. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങൾ ഉൽപ്പത്തി പുസ്തകം 12:1-3 Genesis chapter 12 verse 1-3. Genesis chapter 12 verse 1-3. ഉൽപ്പത്തി പുസ്തകം 12:1-3 Yes. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. Now the Lord had said unto Abraham,
Get thee out of the country, and from thy kindred, and from thy father's house, unto a land that I'll show thee. And I'll make of thee a great nation, and I'll bless thee, and make thy name great. And thou shalt be a blessing. And I'll bless them that bless thee, and curse him that curseth thee. And in thee shall all families of the earth be blessed. ഇവിടെ നാം ശ്രദ്ധിച്ച് നോക്കിയാൽ ടെമ്പറൽ അല്ലെങ്കിൽ ഭൗതികമായ താൽക്കാലിക അനുഗ്രഹങ്ങളാണ് ദൈവം അബ്രഹാമിനും കൊടുത്തത്, വാഗ്ദത്തം ചെയ്തത്. അബ്രഹാമിന് ദൈവം ഞാനൊരു ദേശം നിനക്ക് കാണിച്ചു തരും. അതെവിടെയാ? ഈ ഭൂമിയിലുള്ള ഒരു ദേശം. God promised Abraham, I'll show you a land. That land is from this world. അപ്പോൾ അബ്രഹാമിനും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ ഏതാണ്? ഭൗതികമായ ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. സോ God gave Abraham physical blessing. അതിനെക്കുറിച്ച് തൻ്റെ ദാസനാകുന്ന എലിയാസാർ പറയുന്നത് ശ്രദ്ധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 24:34-35. ഉൽപ്പത്തി പുസ്തകം 24:34-35. Genesis chapter 24 verse 34 and 35. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെ ദാസൻ, യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ച് അവൻ മഹാനായി തീർന്നു. അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസീദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. And he said, I am Abraham's servant, and the Lord hath blessed my master greatly, and he become great, and he hath given him flocks and herds and silver and gold and men servants and maid servants and camels and asses. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, so from this scripture we can easily understand it as totally a material blessing, physical blessing. ഈ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയും അബ്രഹാമിന് കൊടുത്തതായ അനുഗ്രഹങ്ങൾ മുഴുവനും എന്തായിരുന്നു? ഭൗതികമായ അനുഗ്രഹങ്ങളായിരുന്നു. ദാറ്റ് ഇസ് എബ്രഹാംസ് ബ്ലെസ്സിങ്. ദെൻ ഐസക് ബ്ലെസ്സിങ്, ഇസാക്കിന് കൊടുത്ത അനുഗ്രഹങ്ങൾ. ഇസാക്ക്, Genesis chapter 26 verse 12-14. Genesis chapter 26 verse 12-14. What blessing God gave to Isaac? 26 ഉൽപ്പത്തി പുസ്തകം 26:12-14 വരെ വായിച്ചാൽ, ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. Then Isaac sowed in that land and received in the same year 100-fold. And the Lord blessed him. And the man waxed great and went forward and grew until he became very great. For he had possession of the flocks and possession of herds and great store of servants, and Philistines envied him. Here also we find Isaac got physical material blessings. See? He had possession of flocks, possession of herds, and great store of servants. അതിൻ്റെ 14 വാക്യം വായിച്ചാൽ, അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്ത്യർക്ക് അസൂയ തോന്നത്തക്കവണ്ണമുള്ള ഭൗതിക അനുഗ്രഹങ്ങൾ ആർക്ക് കൊടുത്തു? ദൈവം ഇസാക്കിന് ദൈവം കൊടുത്തു. ഓക്കെ, നൗ ലെറ്റ് us go to Israel. Deuteronomy 28:1-13. ആവർത്തന പുസ്തകം 28:1-13 വരെ. Deuteronomy chapter 28 verse 1-13. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും,
നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. 13 മുഴുവനും വായിച്ചു. ഇവിടെ നാം വായിക്കുന്നത് 1 മുതൽ 13 വരെയുള്ള വാക്യം വായിച്ചാൽ എല്ലാം ഭൗതിക അനുഗ്രഹങ്ങളാണെന്ന് പൂർണ്ണമായും മനസ്സിലാവും. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. നീ എൻ്റെ അനുഗ്രഹം നിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്താൽ ആരാണ് അനുഗ്രഹിക്കുന്നത്? യഹോവയായ ദൈവം. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. When we read from Ezekiel 28:1-13, we understand all these blessings are physical, material blessing. Verse 13 says, and the Lord shall make thee the head and not the tail. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. പലപ്പോഴും ദൈവദാസന്മാരുടെ പ്രവചനത്തിൽ കൂടെയും ഈ വാക്കെടുത്ത് പറയാറുണ്ട്, ഞാൻ നിന്നെ വാലല്ല തലയാക്കും എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞത്. യഥാർത്ഥമായിട്ടുള്ളത് എന്താണെന്ന് നമുക്കൊന്നറിയണം. See, sometime we ignorantly say, I will make you not the tail but the head. ഇത് ദൈവമാണ്, ഇതെല്ലാം ദൈവം തന്നെയാണ് അനുഗ്രഹിക്കുന്നത്. There is no doubt at all. ഈ അനുഗ്രഹിക്കുന്ന ഭൗതിക അനുഗ്രഹം നൽകുന്നതെല്ലാം ആരാണ്? ദൈവം തന്നെ, സാത്താനല്ല, ദൈവം തന്നെ. ജോബിൻ്റെ പുസ്തകം 42:12-13. ജോബ്, ദ ബുക്ക് ഓഫ് ജോബ്, chapter 42, verse 12 and 13. Job chapter 42, verse 12 and 13. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 മാടും 6,000 ഒട്ടകവും 1,000 മേർ കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. ഇവിടെ നാം വായിക്കുന്നത് ഇയ്യോബിന് പഴയ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായി ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അതെല്ലാം നാം വായിക്കുന്നത് മുഴുവനും എന്താണ്? മെറ്റീരിയൽ, ഭൗതികം. See Job chapter 42 verse 12 and 13. So the Lord blessed the latter end of Job more than his beginning, for he had 14,000 sheep and 6,000 camels and 1,000 yoke of oxen and 1,000 she-asses. And he had also 7 sons and 3 daughters. All these blessings also of what? Material blessing, physical blessing. Now, Psalm 112 verse 1-13. സങ്കീർത്തനം 112:1-3 വരെ. 112:1-3 വരെ. Psalm 112 1-13. Yes. 112 സങ്കീർത്തനം 112:1-3 വരെ വായിച്ചാൽ.
യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. Psalm 112 verse 1-3. Praise ye the Lord, blessed is the man that feareth the Lord, and delighteth greatly in his commandments. His seed shall be mighty upon the earth. The generation of the upright shall be blessed. Wealth and riches shall be in his house, and his righteousness endureth forever. Wealth and riches shall be in his house. യഹോവയെ ഭയപ്പെടുന്നതിൻ്റെ ഭവനത്തിൽ എന്തുണ്ടായിരിക്കും? ഐശ്വര്യവും സമ്പത്തും ഉണ്ടായിരിക്കും. ഇതും വാസ്തവത്തിൽ ദൈവത്തിൽ നിന്ന് ഉള്ളത് തന്നെ. ഇനി ഡ്യൂട്രോണോമി, ആവർത്തന പുസ്തകം 8:18, ഡ്യൂട്രോണോമി 8:18. Deuteronomy 8:18. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കേണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. സമ്പത്തുണ്ടാക്കുവാൻ അവൻ നിനക്ക് എന്ത് തരുന്നു? ശക്തി നൽകുന്നു. But that thou shalt remember the Lord thy God, for it is he that giveth thee power to get wealth. God gives power to get wealth. സമ്പത്തുണ്ടാക്കുവാൻ അവനല്ലോ നിനക്ക് എന്ത് ചെയ്യുന്നത്? ശക്തി നൽകുന്നത്. Give me some more water. നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി നൽകുന്നത് അവൻ തന്നെയാണ്. See, he is God that gives you power to get wealth. ഇനി 1 ദിനവൃത്താന്തം 29:12. First Chronicles chapter 29 verse 12. First Chronicles chapter 29 verse 12. 1 ദിനവൃത്താന്തം 29:12. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. ധനവും ബഹുമാനവും. See, First Chronicles verse 29, chapter 29 verse 12. But both riches and honor come of thee, and thou reignest over all. And in thine hand is power and might, and in thine hand it is made great, and gives strength unto all. മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ചാൽ. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. സകലത്തെയും വലുത്തുന്നതും ഭരിക്കുന്നതും എന്താകുന്നു? നിന്റെ പ്രവൃത്തിയാകുന്നു. See, here it says both riches and honor come of thee. God gives riches and honor. Then സഭാപ്രസംഗി 5:19. Ecclesiastes chapter 5 verse 19. Ecclesiastes chapter 5 verse 19. സഭാപ്രസംഗി 5:19. ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. അപ്പോൾ 5:19. Every man also to whom God hath given riches and wealth, and hath given him power to eat thereof, and to take his portion, and to rejoice in his labor, this is the gift of God. ഒന്നുകൂടെ വായിച്ചാൽ. ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. ഇവിടെ ദൈവത്തെ അതിൻ്റെ ധനവും അതെല്ലാം സന്തോഷിപ്പാൻ ദൈവം അവൻ എന്ത് ചെയ്തിരിക്കുന്നു? കൊടുത്തിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ ദാനം തന്നെ. ഇനിയും see here it says every man also to whom God hath given riches and wealth, and hath given him power to eat thereof, and to take his portion, and to rejoice in his labor, this is the gift of God.
So when you read this scripture, we understand these are all from God. Certainly, I also preach, I also emphasize and say, these are all from God. ദൈവത്തിൽ നിന്ന് തന്നെയാണ്. ഇനി മത്തായി 19:27-29 വരെ. മാത്യു ചാപ്റ്റർ 19, 27-29. മാത്യു ചാപ്റ്റർ 19, 27-29. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്തു കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. 19:27. Then answered Peter and said unto him, Behold, we have forsaken all and followed thee. What shall we have thereof? And Jesus unto them, Verily I say unto you, that ye which have followed me in that generation, when the Son of Man shall sit in the throne of his glory, ye also shall sit upon 12 thrones, judging the 12 tribes of Israel. And everyone that hath forsaken houses, or brethren, or sisters, or father, mother, or wife. മലയാളത്തിലെ വൈഫ് ഉണ്ടോ? ഭാര്യ ഉണ്ടോ? ഇല്ല, വിട്ടുപോയിട്ടുണ്ട്. That is omitted. Or wife, or children, or mother, my namesake shall receive an hundredfold and shall inherit everlasting life. അപ്പം യഹോവയായ ദൈവത്തെ പിന്നെ നിമിത്തം ഇതിൽ ഉപേക്ഷിച്ചാൽ എത്ര 100 മടങ്ങ് എന്ത് കിട്ടും? സമ്പത്തുകൾ കിട്ടും. ഇതിൻ്റെ അർത്ഥം ശരിയാണെങ്കിൽ 100 മാതാവും 100 പിതാവും 100 കണക്കിന് ഭാര്യമാരും എത്ര വന്നു? 100 കണക്കിന് ഭാര്യമാർ. See, here it says, if you follow the Lord, He will bless you 100-fold. ഈ കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണമെങ്കിൽ ദൈവം എങ്ങനെയാണ് ഓരോ യുഗങ്ങളിൽ ഇടപെട്ടിരുന്നതെന്നുള്ള മർമ്മം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് ഈ കുഴപ്പങ്ങളുണ്ടാകുന്നത്. If you want to know the truth about this scripture, we should know how God dealt with the world from time to time. എബ്രായ ലേഖനം 1:1-2 വായിച്ചാൽ, Hebrew chapter 12 verse 1 and 2. എബ്രായ ലേഖനം 12:1 Hebrew chapter 1 verse 1 and 2. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. God, who at sundry times and in diverse manners spake in time past unto the fathers by the prophets, hath in these lies spoken unto us by his Son, whom he hath appointed heir of all things, by whom also he made the world. ഇവിടെ നാം വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായി കുറേശ്ശെയാണ് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ആദാം മുതൽ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുന്നത് വരെ അന്ന് ദൈവം ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നത് ആ കാലത്തെ ജനങ്ങളുടെ ധാരണയ്ക്കനുസരണമായിരുന്നു, ചിന്തയ്ക്കനുസരണമായിരുന്നു. ആ കാലത്തുള്ള ജനങ്ങൾ ധരിച്ചിരുന്നത് എന്താണ്? ഏത് ദൈവമാണ് ശക്തിയുള്ള ദൈവം, ആ ദൈവം തന്നെ സേവിക്കുന്നവർക്ക് സമ്പത്തുകൾ ധാരാളമായി നൽകും. അപ്പോൾ അങ്ങനെയുള്ള ധാരണയുള്ളവരുടെ മധ്യത്തിൽ മറ്റുള്ള ജാതികളെക്കാൾ കൂടുതൽ സമ്പത്തുകൾ നൽകി ദൈവം പഴയ നിയമത്തിലുള്ള സകല വിശുദ്ധന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കുകയായിരുന്നു, ഞാനാണ് വാസ്തവത്തിൽ സത്യ ദൈവം.
അന്ന് അവർക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞത് എന്താണ്? സമ്പത്തുകളുടെ വർധനവ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിലും പഴയ നിയമത്തിലും മോശയുടെ പുസ്തകത്തിലെ എല്ലാം ഭൗതിക നന്മകളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം അന്ന് ആ ഭാഷയാണ് അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ അന്ന് അവർക്ക് സമ്പത്തുകൾ ധാരാളമായി നൽകി ആ ദൈവമാണ് വലിയവനായ ദൈവമെന്ന് ദേശത്ത് വെളിപ്പെടുത്തി. അത് ദൈവത്തിൻ്റെ കുറ്റമല്ല. അന്ന് അവർക്ക് ആ ഭാഷ മാത്രമേ അറിയുണ്ടായിരുന്നു. അതുകൊണ്ട് സമ്പത്തുകൾ വർദ്ധിപ്പിച്ചു, കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ നൽകി, ദൈവം നൽകി താൻ തന്നെ വലിയവനായ ദൈവമെന്ന് വെളിപ്പെടുത്തി. In those days, people were thinking that the God who blesses materially is the supreme God. So they were Gentiles in those days. So they didn't have the revelation of God. God did not reveal himself completely. So God blessed his people with material riches and proved before them that he is the true and mighty God. Because that was the language they could understand at that time. അന്ന് ആ ദേശത്തുള്ളവർക്ക്, ആ കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് സമ്പത്തുകൾ കൊടുക്കുന്ന ദൈവമാണ് വലിയ ദൈവം എന്നറിയാവുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അന്ന് സമ്പത്തുകൾ കൊടുത്ത് അനുഗ്രഹിച്ചു. അതോടുകൂടെ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ ചിന്തിച്ചിരുന്നത് ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യുന്ന ദൈവമാണ് വലിയവനായ ദൈവം. അതുകൊണ്ട് മോശ മുഖാന്തരവും മറ്റുള്ള ഇസ്രായേൽ മക്കൾ മുഖാന്തരവും അവരുടെ ശത്രുക്കളെ മുഴുവനും എന്ത് ചെയ്തു? നിർമൂലമായി നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ചുകൊണ്ട് അവൻ തന്നെ വലിയവനായ ദൈവമെന്ന് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി. See, in those days, people were thinking that the God who is stronger will destroy their enemies. Therefore, God destroyed all the enemies of Israelites and the Old Testament people and proved to the world that he is the Almighty God. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വന്നതോടുകൂടെ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം വന്നതോടുകൂടെ നേരെ ഓപ്പോസിറ്റായി. അത് മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, നിൻ്റെ ശത്രുവിനെ നശിപ്പിക്കുകയല്ല, നിന്നെപ്പോലെ തന്നെ നിൻ്റെ ശത്രുവിനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതുകൂടെ എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. എന്ത് വ്യത്യാസമുണ്ട്? പഴയ നിയമകാലത്ത് ശത്രുവിനെ എന്ത് ചെയ്തിരുന്നു? നിർമൂല നാശം ചെയ്തു. ഇവിടെ വരുമ്പോഴെന്താണ് പറയുക? പുതിയ നിയമത്തിൽ വരുമ്പോഴെന്താണ്? നിൻ്റെ ശത്രുവിനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേത്. നിൻ്റെ വസ്ത്രം ചോദിച്ചാൽ അവന് എന്നിട്ട് പുതപ്പ് ചോദിച്ചാൽ നിൻ്റെ വസ്ത്രം കൂടെ അവനെന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. ശത്രുവിനെ നശിപ്പിക്കുക. അപ്പോൾ ആദ്യമുണ്ടായിരുന്ന അനുഗ്രഹം ഇതും തമ്മിൽ വ്യത്യാസമുണ്ടോ? നേരെ ഓപ്പോസിറ്റ് അല്ലേ? നേരെ വിപരീതമായിട്ടല്ലേ? പറഞ്ഞാൽ കർത്താവ് കൊണ്ടുവന്നതായ വെളിപ്പാട്, പൂർണ്ണമായ വെളിപ്പാട്, ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വെളിപ്പാട് ആരാണ് കൊണ്ടുവന്നത്? തൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനാണ് കൊണ്ടുവന്നത്. അപ്പോൾ പുത്രൻ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കൊണ്ടുവന്നപ്പോൾ എന്തുവാ കൊണ്ടുവന്നിരിക്കുന്നത്? ശത്രുക്കളെ നിർമൂലനാശം. അപ്പോൾ ഇതിനു മുൻപ് നിർമൂലനാശം ചെയ്യിച്ചതാരാണ്? ദൈവം തന്നെ. എന്ന് പറഞ്ഞാൽ അന്ന് അവർക്കറിയാവുന്ന ഭാഷയിൽ ദൈവം സംസാരിച്ചിട്ട് പുത്രൻ വന്നപ്പോൾ മുഴുവെളിപ്പാടും കൊണ്ടുവന്നു. പുത്രൻ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? മുഴുവെളിപ്പാടും കൊണ്ടുവന്നിട്ട് എന്ത് പറയുന്നു? ശത്രുക്കളെ സംഹരിക്കുകയല്ല ചെയ്യേണ്ടത്, ശത്രുക്കളെ എന്ത് ചെയ്യുക? നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതുപോലെ കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കുന്ന കാര്യം പറയുന്നത് പോലെ. See, when Jesus Christ came, he brought the full revelation. Before that, God gave partial revelation. But Jesus Christ was with the Father, and the Holy Spirit who was in him brought the complete revelation of God. In the partial revelation, God said, destroy your enemies. God helped them to destroy their enemies.
But when the complete revelation comes, the Lord says, love your enemy as you love yourself. And if any man ask for your dress, you give him your cloak also, your blanket also. If one man slap you on one cheek, you show the other. See, that means exactly opposite. No relation at all. One side he says, destroy. Another side you say, if we slap you one side, you show the other. One side says destroy, another side says love. ഒരു ഭാഗത്ത് പറയുന്നു നശിപ്പിക്കുക, മറ്റൊരു ഭാഗത്ത് വന്ന് പറയുന്നു നിന്റെ ശത്രുക്കളെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ദെൻ മെറ്റീരിയൽ തിങ്സ്, ഭൗതിക കാര്യങ്ങളെക്കുറിച്ചും വാട്ട് ജീസസ് സേസ്. ലൂക്ക് 9:23. Luke 9:23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. And he said unto them all, if any man will come after me, let him deny himself and take up his cross daily and follow me. അപ്പോൾ ഇവിടെ യഹോവയായ കർത്താവ് പറയുന്നു, എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ തന്നെത്താനെ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്ത് ചെയ്യണം? എന്നെ പിൻപറ്റണം. Here the Lord says, if you want to follow me, you have to take up your cross and follow me. Then Luke 14:26-33. ലൂക്കോസ് 14:26 മുതൽ 33 വരെ വായിച്ചാൽ. 14:26 മുതൽ 33 വരെ. എന്റെ അടുക്കൽ വരികയും. Luke chapter 14 verse 26-33. Luke 14:26-33. read. ലൂക്കോസ് 14:26 മുതൽ 33 വരെ. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുവാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്? കർത്താവ് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്തൊക്കെ കിട്ടും? 100 മടങ്ങ് വസ്തുക്കളും ഇതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ എന്തോ പറയുന്നത്? വിട്ടുപിരിയുക. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അബ്രഹാമിനെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചു? ഇസ്രായേൽ മക്കളെ എങ്ങനെ അനുഗ്രഹിച്ചു? നമ്മുടെ കാര്യത്തിൽ വരുമ്പോൾ എന്തോ കർത്താവ് പറയുന്നത്? എല്ലാം വിട്ടുപിരിയുക. അതിനേക്കാൾ ഓപ്പോസിറ്റ് അല്ലയോ ഇതും ദൈവമാണോ പറയുന്നത്? ദൈവത്തെ പിൻപറ്റുന്നവൻ്റെ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും. ധനമുണ്ടാകാൻ ബലമാരാ കൊടുക്കുന്നത്? ദൈവം എന്ന് പറഞ്ഞാൽ അതേ ദൈവമാണ് ഇവിടെ തന്നെ പറയുന്നത്. ആണോ? എന്നാൽ പലപ്പോഴും ദൈവമക്കൾ ഈ വാക്യം വായിക്കുകയില്ല. ഈ വാക്യം വായിച്ച ഇച്ചിരി വേദനയാണ്. അതുകൊണ്ട് കിട്ടുന്ന വാക്യങ്ങളെല്ലാം, ലഭിക്കുന്ന വാക്യങ്ങൾ വായിച്ചങ്ങ് ആശ്വസിപ്പിക്കും. മെനി ടൈം we don't hear the word of God says clearly, says unless you forsake all, you cannot be my disciple. In one side the word of God says, I give you power to get wealth that follows me in his house there will be plenty of things.
that same God tells, unless you forsake everything, you cannot be my disciple. Why this contradiction? എന്തുകൊണ്ടായി ഈ പ്രയാസങ്ങൾ? ഇത് രണ്ടും കൂടെ ഒത്തുവരാത്തത് എന്തുകൊണ്ടാണ്? ഇനി 1 കൊരിന്ത്യർ 7:29 വരെ വായിച്ചാട്ട്. 1 Corinthians chapter 7, 29 to 31. 1 Corinthians chapter 7, 29 to 31. 1 കൊരിന്ത്യർ 7:29-31 വരെ വായിച്ചാൽ. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും കരയുന്നവർ കരയാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. But this I say, brethren, the time is short. It remaineth that both they that have wives be as though they had none, and they that weep as though they wept not, and they that rejoice as though they rejoice not, and they that buy as though they possess not, and they that use this world as not abusing it, for the fashion of this world passeth away. Here also gives, Paul says, though your property, though your wife, you should live in such a way that is nothing is of yourself. Why this contradiction? എന്തുകൊണ്ടാണ് ഈ ഇത്ര വലിയ? I'll use this. I request you to look at ഈ ബോർഡിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. I request you to look. God's revelation, ദൈവം തന്നെ വെളിപ്പെടുത്തിയതായ റെവലേഷൻ. ആദ്യമായി, ഫസ്റ്റ് ഐ ടെൽ ഇൻ മലയാളം, ആദ്യമായി ദൈവം ഈ ഭൂമിയിൽ എല്ലാ ജാതികളുടെയും മധ്യത്തിൽ ദൈവം ധാരാളമായി സമ്പത്തുകളെല്ലാം കൊടുത്ത് തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് ഈ ഭൂമിയിൽ ദൈവം തന്നെത്താനെ വലിയവനാക്കി കാണിച്ചു. അബ്രഹാമിനെയും യോഹന്നാൻ സ്നാപകൻ വരെയുള്ള സകലരെയും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ ഈ നശ്വരമാകുന്ന ഭൂമിയല്ല, പുതിയ യെരൂശലേമിൻ്റെയും പുതിയ ഭൂമിയുടെയും വെളിപ്പാട് നൽകി. നിത്യമായ വെളിപ്പാട്. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്നതായ നിത്യമായ വെളിപ്പാട് നൽകി. ആ നിത്യമായ വെളിപ്പാട് നൽകിയിട്ട് ഈ ലോകത്തിലുള്ളതിനെ വെറുക്കാൻ കഴിവുള്ളവർ മാത്രമേ ഇതിന് യോഗ്യരാകുള്ളൂ എന്ന് വെളിപ്പെടുത്തി. ഈ ലോകത്തിലുള്ള ആഗ്രഹങ്ങളെ, ഇതാണ് ടെസ്റ്റ്. ഈ ലോകത്തിലുള്ള ആഗ്രഹങ്ങളെ ജയിക്കുന്നവർ മാത്രമേ പുതിയ ഭൂമിയിൽ പോകത്തുള്ളൂ. ഈ തന്ത്രം, ഈ കാര്യം സാത്താന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാരുടെ മനസ്സിൽ ഭൗതിക നന്മകളുടെ ആ അനുഗ്രഹങ്ങൾ കൊടുത്ത് യോങ്കിച്ചോ മുതലുള്ളതായ വലിയ വലിയ കർത്താവിൻ്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ ഈ ചിന്തകൾ കൊടുത്തിട്ട് സാത്താൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദൈവദാസന്മാരെയും ദൈവമക്കളെയും ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. വലിയ ഡോക്ടറേറ്റുള്ള വലിയ ജ്ഞാനികളായ അനേക ദൈവദാസന്മാർക്കും ഈ ദർശനം എന്തില്ല? പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള ദർശനമില്ല. ഈ ഭൂമിയിൽ സന്തോഷിച്ച് പാർക്കുക. ഇവിടെയാണ് വലിയ ചതിവ് ദൈവസഭയ്ക്ക് ഇന്ന് പറ്റിയിരിക്കുന്നത്. വലിയ ചതി പറ്റിയിരിക്കുക.
ഈ ചതിവ് പറ്റിയത് നിമിത്തമായി എല്ലാവരും ഭൗതിക കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ വായിച്ച വാക്യങ്ങളെല്ലാം ബൈബിളിൽ നിന്നല്ലേ വായിച്ചത്, ദൈവമല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ ഭാഗികമായ ദർശനങ്ങൾ കൊടുത്തിട്ട് ഈ പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള ദർശനം എല്ലാവരിൽ നിന്ന് എന്ത് ചെയ്തു? അങ്ങ് മാറ്റി. എന്തുകൊണ്ടാണ്? മണവാട്ടി ഒരുക്കപ്പെടരുത്. മണവാട്ടിയുടെ ഒരുക്കം പൂർണ്ണമായി കഴിഞ്ഞാൽ മണവാളൻ വരും. അതുകൊണ്ട് മണവാട്ടി സഭയുടെ ഒരുക്കം പൂർത്തിയാകാതിരിക്കാൻ സാത്താൻ കൊണ്ടുവന്ന തന്ത്രമാണ് പ്രോസ്പെരിറ്റി, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി തിയോളജി. ദൈവസഭയിൽ കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന സഭ ഒരുക്കപ്പെടുവാൻ എത്രത്തോളം കാലം താമസിക്കുന്നുവോ അത്രത്തോളം കർത്താവിന് വരുവാൻ കഴിയുകയില്ല എന്നുള്ളതായ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സാത്താനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ജ്ഞാനികളായ കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ പ്രോസ്പെരിറ്റി തിയോളജിയാകുന്ന അനുഗ്രഹത്തിൻ്റെ സുവിശേഷം വന്നു. ഇത് 100% സാത്താന്യമാണ്. 100% ഫ്രം സൈറ്റാൻ. 100% പാട്ടല്ല, 100%. ഭൗതികമായ നന്മയെന്ന് പറയുന്നത് സാത്താൻ അഭിഷേകം ചെയ്യിച്ച് സാത്താൻ്റെ അടുക്കലിരുന്ന് കൃപ പ്രാപിച്ച്, സാത്താനും കൃപ കൊടുക്കുന്നവനാണ്, ബലം പ്രാപിച്ച് വന്ന് പ്രസംഗിക്കുന്നത് 100% പാട്ടല്ല. 100% ആരുടെ പ്രവർത്തനമാണ്? സാത്താൻ്റെ പ്രവർത്തനം. അവരിൽ പ്രവർത്തിക്കുന്ന ആത്മാവും വേറൊരാത്മാവാണ്. പരിശുദ്ധാത്മാവ് അല്ലവേ അല്ല, വേറൊരാത്മാവാണ്. 100%, കുറച്ചല്ല. അവരിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് 100% ഏതാത്മാവാണ്? വേറൊരാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ ലൂക്കോസ് 14:26-25 അത് അവരെ ഓർപ്പിക്കും, അല്ലെ ലൂക്കോസ് 9:23 ഓർപ്പിക്കും. അല്ലെങ്കിൽ പത്രോസ് പറയുന്നത് എന്താണ്? 1 പത്രോസ് എടുത്താട്ടെ. 1 പത്രോസ് 2:11 വായിച്ചാട്ടെ. 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ. അപ്പോൾ പരദേശികളും പ്രവാസികളുമായ നാം എന്ത് ചെയ്യണം? ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ എന്ത് ചെയ്യണം? വിട്ടൊഴിയണം. കൊലോസ്യ ലേഖനം 3:2-3 വായിച്ചാട്ട്. കൊലോസിയൻസ് ചാപ്റ്റർ 3:2-3. ഭൂമിയിലുള്ളതല്ല, അതിന്റെ 1 മുതൽ വായിച്ചാൽ 1, 2, 3. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇനിയും 1 കൊരിന്ത്യർ 2:9 മുതൽ വായിച്ചാൽ. 1 Corinthians chapter 2 verse 9 onwards. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? ഞാൻ എന്താണ് മനുഷ്യാത്മാവ് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്
എത്ര വലിയ കാറാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ലോകത്തിലെ ദൈവത്തെ സ്നേഹിക്കുന്ന ആൾക്ക് ഈ ഒരു ഉണ്ടായിരുന്നു 19 റോൾസ് റോയ്സ് കാറുണ്ടായിരുന്ന രജനീഷ് എത്ര ഉണ്ടായിരുന്നു? 19 റോൾസ് റോയ്സ് കാർ. അതിൻ്റെ റിമ്മെല്ലാം ഗോൾഡ് കൊണ്ടുണ്ടാക്കിയതാണ്, സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഭൗതികമായ നന്മകളാണ് അനുഗ്രഹമെന്ന് പറഞ്ഞാൽ ടാറ്റായും ബിർളയും അവരൊക്കെയാണ് എന്താണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം അത് ശരിയാവണ്ണം ഗ്രഹിക്കാതിരിക്കത്തക്കവണ്ണം സാത്താൻ ദൈവസഭയിൽ കയറി വീണ്ടും ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വലിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് രണ്ടല്ല, ഇത് വലിയ ദീനം. ഇത് ക്രിസ്തുവാകുന്ന ശരീരമാകുന്ന സഭയുടെ 98% പിടിച്ചിരിക്കുകയാണ് ഈ ദീനം. 98% ഈ വ്യാധി 98 ഇത് പെട്ടെന്ന് ഇതിന് സൗഖ്യം വന്നില്ലെങ്കിൽ ഇതെല്ലാം എന്തായി പോകും? നശിക്കുക തന്നെ ചെയ്യും. 98% ഈ രോഗത്താൽ ബാധിതരായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവാത്മാവ് നിർബന്ധമായി കൽപ്പിച്ചത്, പോയിട്ട് തിരുശൂരിൽ എന്ത് ചെയ്യുക? ഈ ദൂത് അറിയിക്കുക. ഇഷ്ടമുള്ളവരെടുക്കട്ടെ. പിന്നെ ആരും കർത്താവ് എന്താ ചെയ്യുന്നത്? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു കർത്താവിൻ്റെ ദാസന്മാരും പറയരുത്, കർത്താവെ ഞങ്ങൾ തെറ്റിപ്പോയത് പറയാൻ ആരെയും അയച്ചില്ല. അപ്പോൾ കർത്താവ് പറയും, അടി കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത കർത്താവിൻ്റെ ദാസനെ ഞാൻ ബലം കൊടുത്ത് നിങ്ങളുടെ പട്ടണത്തിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ദൂത് അറിയിച്ചതാണ്. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിവില്ലാത്ത കർത്താവിൻ്റെ ദാസനെ ഞാൻ ബലം കൊടുത്ത് നടത്തി നിൻ്റെ പട്ടണത്തിൽ കൊണ്ടുവന്ന് എൻ്റെ ദൂത് അറിയിച്ചാണ്. നിനക്കത് കേൾപ്പാൻ എന്തില്ലായിരുന്നു? മനസ്സില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ എന്താണ് നമ്മൾക്കുള്ള അനുഗ്രഹങ്ങൾ എന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നാളെ തരാം. ഒന്നാമതായി നമ്മുടെ അനുഗ്രഹങ്ങൾ ഒന്ന് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14:1-3 വരെ വായിച്ചാട്ട്. വാട്ട് ആർ ഓൾ ദ ബ്ലെസ്സിങ് ഗോഡ് ഹാസ് ഗിവൻ us? John chapter 14 verse 1-3. What are all the real blessing God has given for us? യോഹന്നാൻ 14:1-3 വരെ വായിച്ചാട്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ വായിച്ചാണ്, ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് ഇന്ത്യൻ എക്സ്പ്രസിൽ ന്യൂസ് പേപ്പറിൽ കൂടെ വന്നാണ്, ഈ ഭൂമി ഈ 8 വർഷത്തിനകം നമ്മൾ ഇതിനകത്തൊന്നും ചെയ്തില്ലെങ്കിൽ ഈ ഭൂമി ജീവിക്കുവാൻ കഴിവുള്ളതല്ല എന്ന് ഏകദേശം 168 സയൻറ്റിസ്റ്റ് ലോകം മുഴുവൻ ഒന്നിച്ചു കൂടി തീരുമാനിച്ചതാണ്. ഇപ്പോഴത്തെ ഭൂമിക്ക് 8 വർഷത്തിനകം ഒരു രൂപാന്തരം വരുത്തിയില്ല. ഇപ്പോഴത്തെ ചില ഈ ഗ്യാസിൻ്റെ അതിന് രൂപാന്തരം വരുത്തിയില്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞാൽ പിന്നെ എന്തിനൊക്കെ ജീവിക്കാൻ കൊള്ളുകയില്ല. കർത്താവ് പറഞ്ഞു, ഈ ഭൂമിയെ ഞാൻ എന്തു ചെയ്യും? പഴയ വസ്ത്രം പോലെ എന്തു ചെയ്യും? മാറ്റിക്കളയും. നമ്മൾക്ക് വേണ്ടി പുതിയ ഭൂമി ഒരുക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയിട്ട് സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹം ഇവിടെയല്ല, ഇവിടെയാണ്. താൽക്കാലിക അനുഗ്രഹമല്ല, നിത്യമായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ആർക്ക് ലഭിക്കും? ഈ താൽക്കാലികമായ അനുഗ്രഹം എനിക്ക് വേണ്ട എന്ന് പറയുന്നവർക്ക് മാത്രമേ ഇവിടെയുള്ളൂ. നല്ലവണ്ണം കേട്ടോണം. ഇവിടെയും വേണം അവിടെയും വേണം എന്ന് പറഞ്ഞാൽ ഒക്കുകയില്ല. എനിക്ക് ഈ താൽക്കാലികമായ അനുഗ്രഹങ്ങൾ ഒന്നും വേണ്ട എന്ന് പറയുന്നവന് മാത്രമേ എന്തുള്ളൂ? കർത്താവ് ഒരു ധനികനായ ഒരു
ആളോട് പറഞ്ഞത് മർക്കോസിന്റെ മത്തായിയുടെ സുവിശേഷമാണ്. മനുഷ്യനോട് കർത്താവ് പറഞ്ഞല്ലോ, നിനക്കുള്ളതെല്ലാം വിറ്റേച്ച് കർത്താവിനെ കണ്ട് സ്നേഹിച്ചു. മത്തായി 19:21. ശരി, കറക്റ്റ്. മത്തായി 19:21 വായിച്ചാട്ട്. മാത്യു ചാപ്റ്റർ 19:21 വായിച്ചാട്ട്. യേശു അവനോട് സൽഗുണപൂർണനാകുവാൻ, അല്ല, അതിൻ്റെ അത് കുറച്ചുകൂടെ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചുകൂടെ വായിക്കണം. 16 മുതൽ വായിച്ചാട്ടെ. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനെയുള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ബ്രദർ, യു ക്യാൻ ഓൾസോ റീഡ് മാത്യു ചാപ്റ്റർ 19 verse 16. Matthew chapter 19 verse 16 to 21. Matthew chapter 19 verse 16 to 21. വായിച്ചാൽ. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവ ഒക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണൻ ആകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. അവൻ ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു? വളരെ വേറൊരു ഭാഗത്ത് അത് പറയുമ്പോൾ യേശു അവനെ സ്നേഹിച്ചു എന്നൂടെ എഴുതിയിട്ടുണ്ട്. ആ ഭാഗം കൂടെ കർത്താവിനെ സ്നേഹിച്ച് അവനോട് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷത്തിലാണോ നോക്കിയാൽ